ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കൂട്ടുകാരി പെൺകുട്ടീനെ ആ സൈക്കോ കൊല്ലാൻ നോക്കിയായിരുന്നു. എന്നാൽ കൊല്ലാൻ പറ്റുന്നില്ല. കാരണം അനൗൺസ്മെന്റിൽ വിളിച്ചു പറയുന്നുണ്ട് ഒരു മാഫിയയ്ക്ക് മറ്റൊരു മാഫിയനെ കൊല്ലാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവന് കൊല്ലാൻ പറ്റില്ല. ഇൻ കേസ് അവളെ കൊല്ലുവാണെങ്കിൽ തന്നെ ഈ കൊന്നവനുണ്ടല്ലോ അവൻ മരിച്ചു, മറ്റേ ആള് മരിച്ചു പോകത്തില്ല. അതുമാത്രമല്ല കൂട്ടുകാരി ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൈക്കോ കൊല്ലുന്നില്ല അവളെ. ഇതേ നേരം കൂട്ടുകാരി പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊല്ലടാ, എന്നെ കൊന്നാ നീ ചാവോന്ന് പറഞ്ഞിട്ട് ഒരു പെപ്പർ സ്പ്രേയോ എന്തോ ഒരു സാധനം എടുത്തിട്ട് അവന്റെ കണ്ണിലോട്ട് അടിക്കുകയാണ് കേട്ടോ. അടിച്ചതിന് ശേഷം തന്നെ അവൾ ഓടി പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവിടെ ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു നോബുണ്ട്, അത് ഇളക്കി മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് പുറത്തിറങ്ങിയിട്ട് ഡോർ അടയ്ക്കുന്നത്. ഡോർ നന്നായിട്ട് പുറത്തുനിന്ന് പിടിച്ച് അടയ്ക്കുന്നുണ്ട്. എന്തായാലും സൈക്കോയുടെ കണ്ണിൽ ആ എരിവൊക്കെ മാറുന്ന സമയത്ത് അവൻ ആ ഡോറിന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഡോറ് തുറക്കാനായിട്ട് അവൻ അടിച്ചു പൊളിക്കുകയാണ് ആ ഡോർ. എന്നാൽ അത് തുറക്കുന്നില്ല കേട്ടോ. ഈ വാശിയിലാണെങ്കിൽ അവൻ ഓടി ചെന്നിട്ട് അവിടെ കിടക്കുന്ന ബോഡിയില്ലേ ഹീറോയിന്റെ ബോഡിയാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ചെന്ന് പലതവണ കുത്തുകയാണ്. എന്നാൽ തുറന്നു നോക്കുന്ന സമയത്ത് അത് ഹീറോയിന്റെ ബോഡിയല്ല, അത് ഷോർട്ട് ഹെയറിന്റെ ബോഡിയാണ്, മരിച്ചുപോയ ഷോർട്ട് ഹെയറിന്റെ ബോഡിയാണ്. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ പറ്റിക്കപ്പെട്ടതാണെന്ന്. അതായത് കൂട്ടുകാരി പെൺകുട്ടിക്ക് ഹീറോയിനോടും ഹീറോയോടും സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇവരെ രണ്ടുപേരെയും അവൾ കൊന്നിട്ടില്ല. ഹീറോയിന്റെ ബോഡി എവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അത് മാത്രമല്ല കേട്ടോ, ഇവള് പോകുന്ന സമയത്ത് ഹീറോയിന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ എവന്റെ കിട്ടുവാണെങ്കിൽ വോട്ട് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഫോൺ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂട്ടുകാരി നേരെ ചെല്ലുന്നത് ഹീറോയിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലത്താണ്. ഹീറോയിൻ അവിടെ മയങ്ങി കിടപ്പുണ്ട് കേട്ടോ. അവിടെ തന്നെ ആ ഫോണും സൈഡിൽ കൊണ്ട് വെക്കുകയാണ്. കൂട്ടുകാരിക്ക് ഹീറോയിനോട് സ്നേഹമുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ എപ്പോഴേ കൊല്ലണ്ടയാണ്. ഇതിനുശേഷം ആ ഫ്രീസർ റൂമാണ് കാണിക്കുന്നത്. അവിടെ സൈക്കോ ആണെങ്കിൽ തണുത്ത് വിറച്ചിട്ട് പ്ലാസ്റ്റിക് കീസ് വാരി ദേഹത്ത് ചുറ്റിയിട്ടുണ്ട്. അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ. ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂട്ടുകാരി ആ നോ ബൂരിക്കൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ ആ പ്ലാസ്റ്റിക് എടുത്ത് ദേഹത്ത് ചുറ്റിയിരിക്കുകയാണ്. ഇതേ നേരം പെട്ടെന്ന് മരിച്ചുപോയ റൗഡി പയ്യൻ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവനെ പേടിപ്പിക്കുകയാണ് കേട്ടോ, ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ഇവന്റെ വെറും ഇല്യൂഷൻ ആണ്. അവിടെ അങ്ങനെ ഒരാളില്ല. ഇവ പേടിച്ചിട്ട് അവൻ അങ്ങനെ തോന്നിയതാണ്. ഇതിനുശേഷം രാവിലെ ആവുകയാണ്. രാവിലെ തന്നെ എല്ലാവരും എണീക്കുകയാണ്. എല്ലാവരും എന്ന് പറയാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇനി ആരൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹീറോയിൻ ബാക്കിയുണ്ട് കേട്ടോ, അതുപോലെ ഹീറോ പ്രസിഡന്റ് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ആ സൈക്കോയും ബാക്കിയുണ്ട്. അവ മരിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നേരെ പുറത്തിറങ്ങി വരികയാണ്. പുറത്തിറങ്ങി വരുന്ന സമയം തന്നെ കൂട്ടുകാരിയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കൂട്ടുകാരി എടുത്ത് ചെന്ന് വിഷമിച്ചിട്ട് ചോദിക്കുകയാണ് എന്തിനാടി നീ ബാക്കിയുള്ള ആൾക്കാരെ കൊന്നത്? എനിക്ക് ബാക്കിയുള്ള ആൾക്കാർ മരിക്കുന്നത് കാണണ്ടെന്ന് പറഞ്ഞില്ലേ, നിനക്ക് എന്നെ കൊന്നൂടായിരുന്നോ? ഇതൊക്കെ പറയുന്ന നേരത്ത് കൂട്ടുകാരി പറയാണ് എനിക്കിപ്പം നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതേ നേരം തന്നെ പ്രസിഡന്റ് അങ്ങോട്ട് വരാണ്. പ്രസിഡന്റ് വന്നിട്ട് എവളോട് ദേഷ്യപ്പെടുന്നുണ്ട്, അതായത് കൂട്ടുകാരിയോട്. പ്രസിഡന്റ് പറയാണ് നിങ്ങൾ എല്ലാവരും സെയിം ആണ്, സൈക്കോയും നീയും എല്ലാവരും സെയിം ആണ്, മാഫിയകൾ എല്ലാവരും സെയിം ആണ്, എല്ലാവരും ആൾക്കാരെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കൊല്ലും, എല്ലാ പാവപ്പെട്ട കുട്ടികളെയും നിങ്ങളാണ് കൊന്നത്, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഇത് പറയുന്ന നേരത്ത് കൂട്ടുകാരി ദൂരോട്ട് നടന്നു പോവാണ് കേട്ടോ, ഹീറോയിനെയും പ്രസിഡന്റിനെയും മൈൻഡ് ചെയ്യാതെ. നമുക്കറിയാം ഇവൾ ആരെയും കൊന്നിട്ടില്ല എന്ന്. ഇതിനുശേഷം കൂട്ടുകാരി നേരെ ചെല്ലുന്നത് ആ ഫ്രീസർ റൂമിലാണ്. എന്നാൽ ആ ഫ്രീസർ റൂമിൽ നോക്കുന്ന സമയത്ത് സൈക്കോനെ കാണാനില്ല. അവൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കിയ കൂട്ടുകാരിയാണെങ്കിൽ അവളുടെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് അവന് വോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേ നേരം തന്നെ അനൗൺസ്മെന്റിൽ വിളിച്ചു പറയുന്നുണ്ട് കൂട്ടുകാരി സൈക്കോയ്ക്ക് വോട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം കൂട്ടുകാരി ബാക്കി രണ്ടുപേർക്ക് മെസ്സേജ് അയക്കുകയാണ്, അതായത് പ്രസിഡന്റിനും ഹീറോയിനും. അവരേതോ റൂമിലിരിക്കുകയാണ്. എന്താ മെസ്സേജ് എന്ന് നോക്കുമ്പോഴായിരിക്കും അതായത് സൈക്കോ ഫ്രീസർ റൂമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനുശേഷം ഹീറോയിനെയും പ്രസിഡന്റിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു റൂമിലിരിക്കുകയാണ് കേട്ടോ. അവർക്ക് നല്ല വിഷമമുണ്ട്, കാരണം കൂടെ ഉള്ള കൂട്ടുകാരിയാണ് ഇവരെ ചതിച്ചത്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, മാഫിയായിട്ട് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ. എന്തായാലും പ്രസിഡന്റ് ഹീറോയിനോട് പറയാണ് നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാം സൈക്കോ എന്ത് ചെയ്യുന്നു. ഇത് പറയുന്ന നേരത്ത് ഹീറോയിൻ ഒന്ന് വാശി പിടിക്കുന്നുണ്ട് അവളും കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ പറയാണ് നീ വരണ്ടെന്ന്. ഇതിനുശേഷം പ്രസിഡന്റ് അവിടെ നിന്ന് പോവുകയാണ്. പ്രസിഡന്റ് അവിടെ നിന്ന് പോയ ഉടനെ തന്നെ ഹീറോയിൻ അവിടെ അതും ഇതൊക്കെ തിരക്കി നടക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ അവളുടെ ബാഗ് കാണുകയാണ്. ആ ബാഗിനകത്ത് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ ആ ഗിഫ്റ്റ് ബോക്സ് ഏതാണ്? ആദ്യത്തെ ദിവസം കൂട്ടുകാരി പെൺകുട്ടി അവളുടെ ബാഗിൽ ഒരു ഗിഫ്റ്റ് വെച്ചില്ലായിരുന്നോ, ആ ഗിഫ്റ്റ് ബോക്സ് ആണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഗിഫ്റ്റ് ബോക്സിൽ എന്താന്ന് നോക്കുന്ന സമയത്താണ് അതിനകത്തൊരു പെൻഡ്രൈവ് ആണ് കേട്ടോ. ആ പെൻഡ്രൈവ് എടുത്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുന്ന സമയത്താണ് അവൾ ഞെട്ടിപ്പോകുന്നത്. വേറൊന്നുമല്ല, ഈ ബിൽഡിങ്ങിന്റെ ഫ്ലോർ മാപ്പാണ്. ഈ ബിൽഡിങ്ങിലെ എല്ലാ റൂമിന്റെ ഫ്ലോർ മാപ്പും അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ പെൻഡ്രൈവില് അതായിരുന്നു. അതെങ്ങനെ കൂട്ടുകാരിയുടെ വന്നെന്ന് നമുക്കറിയില്ല. ഇതേ നേരം തന്നെ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. വേറൊന്നുമല്ല, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയില്ലേ, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും ഹീറോയിനുമായിട്ട് നല്ല കൂട്ടുകാരികളായിരുന്നു. ഒരു ദിവസമാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുമായിരുന്നു, അതായത് നൈറ്റ് ക്ലാസ് ആണ് കേട്ടോ. അതേ നേരം തന്നെ ഹീറോയിൻ അവളോട് പറയാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് കൂട്ടുകാരികളായതുകൊണ്ട് ബർത്ത്ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മയുണ്ട്. ആ ഗിഫ്റ്റ് ബോക്സിൽ വേറെ
ഒന്നുമല്ല, ഒരു ബാൻഡാണ്, കയ്യിലിടുന്ന ഒരു ബാൻഡാണ്. അതെടുത്ത് കൂട്ടുകാരിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഗെയിമിലുള്ള കൂട്ടുകാരിയല്ല, മറ്റേ കൂട്ടുകാരി, ആത്മഹത്യ ചെയ്ത കൂട്ടുകാരി. ആ ഫ്ലാഷ് ബാക്കും ആലോചിച്ചിട്ട് ഹീറോയിൻ ആ റൂമിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം കൂട്ടുകാരി കാണിക്കുകയാണ്, കൂട്ടുകാരി ആ ഫ്ലോറിൽ കൂടെ സൈക്കോനെ അന്വേഷിച്ച് നടക്കുകയാണ്. അതുവഴി പോകുന്ന സമയത്ത് ഹീറോനെ കാണുന്നുണ്ട്, അതായത് പ്രസിഡന്റിനെ. എന്നിട്ട് അവനോട് ചെന്ന് പറയാണ്, നീ എന്തിനാണ് പുറത്തിറങ്ങി നടന്നത്, ഹീറോയിൻ എന്തിനാണ് ഒറ്റയ്ക്കാക്കിയത്, അവൾ അവിടെ സേഫ് ആയിരിക്കത്തില്ല, നീ അവളുടെ കൂടെ പോയി അവിടെ ഇരിക്കും. ഇത് പറയുന്ന നേരത്തെ തന്നെ രണ്ടുപേരുടെ ഫോണിലോട്ടും ഒരു മെസ്സേജ് വരുന്നുണ്ട്. വേറൊന്നുമല്ല, സൈക്കോ അയച്ചതാണ്. ഹീറോയിനെ നിങ്ങൾക്ക് ജീവനോടെ വേണമെങ്കിൽ സ്കൂളിന്റെ ഏറ്റവും ടോപ്പിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. ഇത് മനസ്സിലാക്കിയവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ പെട്ടെന്ന് ഏറ്റവും ടോപ്പിലോട്ട് ഓടുകയാണ് കേട്ടോ. ടോപ്പിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് ആ സൈക്കോ ഉണ്ടല്ലോ ഹീറോയിന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ചേക്കാണ്. എന്നിട്ട് അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സൈക്കോ പറയുന്നുണ്ട്, അതായത് കൂട്ടുകാരിയോടാണ് പറയുന്നത്, നീ ഇവിടെ നിന്നെടുത്ത് ചാടി മരിക്കുകയാണെങ്കിൽ ഞാൻ അവളെ വെറുതെ വിട്ടോളാന്ന്. ഇത് കേട്ട കൂട്ടുകാരി പറയുന്നുണ്ട്, ഒരു മാഫിയക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ഹീറോ ഉണ്ടല്ലോ പ്രസിഡന്റ് ഓടി വന്നിട്ട് അവനെ തറയെ തട്ടിയിടുകയാണ്, ഹീറോയിനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് തറയിട്ട് മാറി മാറി അടിക്കുകയാണ് കേട്ടോ മുഖം നോക്കിയിട്ട്. ഇതേ സമയം കൂട്ടുകാരി ഹീറോയിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അവളെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കുകയാണ്. അവൾക്ക് ഈ ആസ്മയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ചെറുതായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കണ്ട് പേടിച്ചിട്ട് അതേ നേരം തന്നെ പ്രസിഡന്റ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യല്ലേ, ആ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ പ്രസിഡന്റ് അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സൈഡിൽ കിടന്നൊരു കല്ലെടുത്തിട്ട് പ്രസിഡന്റിന്റെ തലയ്ക്ക് നോക്കി ഇടിക്കുകയാണ് ഈ സൈക്കോ. പ്രസിഡന്റ് സൈഡിൽ ബോധം കെട്ട് വീഴുകയാണ്. ഇതിനുശേഷം അവ അവിടെ നിന്ന് എണീറ്റ് വരികയാണ് ഇവർ രണ്ടുപേരെയും കൊല്ലാനായിട്ട്. നേരെ വന്നിട്ട് കൂട്ടുകാരിയെ കുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടുകാരിക്ക് പകരം ഹീറോയിനാണ് കുത്ത് ഏറ്റെടുക്കുന്നത്. അതായത് ഹീറോയിന് ആ കുത്ത് കൊണ്ട് കേട്ടോ അവളുടെ വയറ്റിലാണ് കൊണ്ടേക്കണത്. പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് വന്നിട്ട് സൈക്കോനെ കാട്ടിലോട്ട് വീണ്ടും വലിച്ചോണ്ട് പോവാണ് കേട്ടോ അടിക്കാനായിട്ട്. അവിടെ കിടന്ന് തന്നെ ഉമ്മ രണ്ടുപേരും അടി ഉണ്ടാക്കുകയാണ്. കുറച്ച് കഴിയുന്ന സമയത്ത് സൈക്കോ പുറത്തിറങ്ങി വരികയാണ് കേട്ടോ. പ്രസിഡന്റിന്റെ അനക്കൊന്നുമില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. വരുന്ന സമയത്താണ് സൈക്കോ പുറത്തു വരുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് സൈക്കോന്റെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുകയാണ്. അതായത് പ്രസിഡന്റ് കുത്തും കൊണ്ടിട്ട് ഇവരുടെ സൈഡിലോട്ട് അവൻ നടന്നു വരുവാണ് കേട്ടോ. എന്നാൽ പകുതി വരെ നടന്നു വരാൻ പറ്റുള്ളൂ. അവൻ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് തറയിൽ വീഴാണ്. അതേ നേരം അനൗൺസ്മെന്റിൽ വിളിച്ച് പറയുന്നുണ്ട് സൈക്കോ മരിച്ചെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ പ്രസിഡന്റ് അങ്ങോട്ട് ഓടി വരികയാണ്. കൂട്ടുകാരിയും ഹീറോയിനും അവിടെ ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ. ഹീറോയിന് നല്ല വേദനയുണ്ട്. പ്രസിഡന്റ് അവളെ എടുക്കാൻ നോക്കുന്നുണ്ട് താഴെ കൊണ്ടുപോകാനായിട്ട്. എന്നാൽ അവളെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവൾ കരയാണ് വേദന കാരണം. ഇത് കണ്ടിട്ട് കൂട്ടുകാരിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ. കൂട്ടുകാരി പറയാണ് ഇതെല്ലാം ഞാൻ തന്നെ തീർക്കാം. ഇതും പറഞ്ഞിട്ട് അവൾ നേരെ നടന്നിട്ട് സൈഡിലോട്ട് പോവാണ് കേട്ടോ. അതായത് താഴെ ചാടാനുള്ള പ്ലാനാണ്. എന്നിട്ട് അവിടെ നിന്ന് താഴെ എടുത്ത് ചാടുകയാണ്. ഹീറോയിൻ പറയുന്നുണ്ട് വേണ്ട വേണ്ടെന്ന്. എന്നാൽ അത് കേൾക്കാതെ അവൾ താഴെ എടുത്ത് ചാടുകയാണ്. താഴെ വീണ് മരിക്കുന്ന സമയത്ത് അനൗൺസ്മെന്റിൽ വിളിച്ച് പറയുന്നുണ്ട് കൂട്ടുകാരി മരിച്ചു പോയിട്ടുണ്ട്, അവളാണ് മാഫിയ. ഇതിനുശേഷം ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഹീറോയിന്റെ മനസ്സിലൂടെ ഒന്നും കൂടെ റീവൈൻഡ് അടിച്ച് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഞെട്ടി എണീക്കുകയാണ്. അവളുടെ വയറ്റിൽ തൊട്ട് നോക്കുന്ന സമയത്ത് മുറിവൊന്നുമില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അവളുടെ തലയിൽ എന്തോ വയറൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അവള് വേറെ ഏതോ ഒരു സ്ഥലത്താണ് കേട്ടോ. അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അവൾ എണീക്കുന്ന സമയത്താണ് അവൾ ഞെട്ടുന്നത്. വേറൊന്നുമല്ല, വരി വരിയായിട്ട് ഓരോ കുട്ടികൾ അവിടെ അടുക്കി വെച്ചേക്കാണ്. ഓരോരുത്തരും ഓരോ ചെയറിൽ കിടക്കാണ്. എന്തോ ഒരു VR പോലത്തെ ചെയറിനകത്ത് എല്ലാവരുടെ തലയിലും വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം അവിടെ രണ്ടാൾക്കാർ വരുന്നുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും. ഹീറോയിൻ നേരെയാണെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ ആരാന്നറിയാനായിട്ട്. ചെന്ന് നോക്കുന്ന സമയത്താണ് അവർ രണ്ടുപേരും ഇവർ കളിക്കുന്ന ഗെയിം എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഗെയിം നടത്തുന്ന വേറെ ആരുമല്ല, ഇവർ രണ്ടുപേരുമാണ്. ഇതേ നേരം അവിടെ നിൽക്കുന്ന ആ സ്ത്രീ, അവരെ നമുക്ക് അമ്മയെന്നും പറയാം, മറ്റേതിന് അച്ഛനെന്നും പറയാം. ആ അമ്മ വന്നിട്ട് പറയുകയാണ് നിങ്ങളൊക്കെ കാരണമാണ് എന്റെ മോൾ ആത്മഹത്യ ചെയ്തത്, നിങ്ങളാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി. നിങ്ങൾക്കൊന്നും പ്രായമാവാത്തത് കൊണ്ട് തന്നെ നിങ്ങളെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങൾ തരും. ഇതും പറഞ്ഞിട്ട് ആ ഗെയിമിലുള്ള എല്ലാരെയും കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വേറൊന്നുമല്ല, സൈക്കോ പയ്യനെയാണ് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കിൽ. സൈക്കോ പയ്യനാണെങ്കിൽ ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ മുഖം വെച്ചിട്ട് വേറൊരു പെൺകുട്ടിയുടെ ശരീരം വെച്ചിട്ട് മോർഫ് ചെയ്യാണ്. അതായത് ന്യൂഡായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ് അവൻ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവൻ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഈ ഉണ്ടാക്കിയ സാധനങ്ങളുണ്ടല്ലോ, അതായത് വീഡിയോകൾ, അത് കിട്ടുന്നത് റൗഡി പയ്യന്മാരുടെ കയ്യിലാണ്. അവന്മാർ ആ ഫോൺ തട്ടിപ്പറിച്ച് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇന്നണക്ക് വീഡിയോ ഒക്കെ അതിനകത്തുണ്ട്. ഇതേ നേരം തന്നെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അതുവഴി നടന്നു പോകുന്നുണ്ട്. നേരെ ചെല്ലുന്നത് ഒരു റൂമിലാണ്. ആ റൂമിൽ തന്നെ വൈസ് പ്രസിഡന്റ് കളർ മുടി പിന്നെ ഷോർട്ട് ഹെയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ റാഗ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. ഇവര് ഈ പെൺകുട്ടീനെ ക്രൂരായിട്ട് റാഗ് ചെയ്യുകയാണ്. എന്തായാലും ഇതിനുശേഷം വീണ്ടും സൈക്കോനെ കാണിക്കുകയാണ്. സൈക്കോ വേറെ ഏതൊരു റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. അതേ നേരം അവന്റെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്, നീ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോകൾ നീ അപ്ലോഡ് ചെയ്യുന്നോ അതോ നിന്റെ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണോന്ന്. അതായത് ഈ സൈക്കോന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ എല്ലാം ആ റൗഡി പയ്യ മറയിലുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ന്യൂഡായിട്ടുള്ള
ഫോട്ടോകൾ എവൻ്റെയിലുണ്ട് സൈക്കോഡയിൽ. അതായത് എവൻ ഉണ്ടാക്കിയതാണ്, ഒറിജിനൽ അല്ല. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ന്യൂഡായിട്ടുള്ള വീഡിയോകൾ അവൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ റൗഡി പയ്യന്മാർ ഇവന്റെ ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല. അതായത് ഇവനെ വെച്ച് വിരട്ടാണ് അവന്മാർ. ആ പെൺകുട്ടിയുടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവന്റെ ന്യൂഡായിട്ടുള്ളത് അവന്മാർ അപ്ലോഡ് ചെയ്യത്തില്ല. ഇനി അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇവന്റെ ന്യൂഡായിട്ടുള്ള എല്ലാ വീഡിയോകളും അവന്മാർ അപ്ലോഡ് ചെയ്യുന്നതാണ് റൗഡി പയ്യന്മാർ അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈക്കോ ആണെങ്കിൽ അവൻ ഉണ്ടാക്കിയ മോർഫ് ചെയ്ത ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ഏതോ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ. എന്തായാലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ആ ദിവസം ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ആ സീറ്റിൽ. ഇതേ നേരം അവന്മാർ കളിയാക്കുന്നുണ്ട്. റൗഡി പയ്യന്മാരും ക്ലാസ്സിലുള്ള വേറെ കുറെ അവന്മാരും കളിയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുണ്ടുപയ്യനും മറ്റേ കൂട്ടുകാരൻ പയ്യനും എല്ലാവരും ഉണ്ട്. ഇതേ നേരം അവളുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇതേ വീഡിയോ തന്നെയാണ് മെസ്സേജ് ആയിട്ട് വരുന്നത്. ഇത് കണ്ടിട്ട് അവൾ തകരുകയാണ്. അവിടെ നിന്ന് എണീറ്റ് പോവാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഹീറോയിനും പ്രസിഡന്റും അതുവഴി നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി, എവിടെ പോണേന്ന്. എന്നാലും അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു പോവാണ്. അവള് വേറെ എങ്ങല്ല ചെന്നിരിക്കുന്നത് ഒരു കഫേയിലാണ്, കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഒരു കഫേയിൽ. അവിടെ വന്നിട്ട് അവളുടെ വീഡിയോ എല്ലാം ഡിലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന്. എന്നാൽ ഒന്നും ഡിലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഫോണെല്ലാം ലാഗ് അടിക്കുകയാണ്. ഇതേ നേരം സൈക്കോ പിറകിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അവന് നല്ല കുറ്റബോധമുണ്ട്. അവൻ കാരണമാണ് ആ പെൺകുട്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്. അവന് വേറെ വഴിയില്ലായിരുന്നു. അവൻ ഇനി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവന്റെ ഡ്രസ് ഇല്ലാത്ത ഫോട്ടോ പുറത്തു വരും. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തത്. എന്തായാലും ഇത്രയധികം സ്ട്രെസ് താങ്ങാൻ വയ്യാതെയാണ് അവൾ ആത്മഹത്യ ചെയ്തത് കേട്ടോ. അതുമാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം അമ്മ ഹീറോയിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രമല്ല ഈ ഗെയിം ഉണ്ടാക്കിയത് തന്നെ അവരുടെ മോളെ ടോർച്ചർ ചെയ്തവന്മാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാരും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഇവരുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്, പുതിയൊരു ഗെയിം റിലീസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കുഴിയിൽ ചെന്ന് ചാടി കൊടുക്കുകയാണ്. എല്ലാവരും ഈ ഗെയിമിനകത്ത് വന്ന് പെടുകയാണ്. ഇപ്പം VR ഒക്കെ വെച്ച് തലയിൽ വയറൊക്കെ കണക്ട് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം ഹീറോയിന്റെ അടുത്ത് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ അച്ഛൻ. നമ്മൾ ഗെയിമിൽ കണ്ട കൂട്ടുകാരിയില്ലേ, ആ കൂട്ടുകാരി എന്ന് വെച്ചാൽ വെറും ഒരു ക്യാരക്ടർ മാത്രമാണ്. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഒരു ക്ലോൺ വെർഷൻ ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമാണ്. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ എല്ലാ സവിശേഷതകളും ആ ക്യാരക്ടറിന് കാണും. ആ സ്വഭാവം എല്ലാം സെയിം ആയിരിക്കും. അതേപോലെ ആയിരിക്കും, ഇമോഷണൽ ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത്, എല്ലാം സെയിം ആണ്. എന്തായാലും ഇത്രയധികം സംഭവങ്ങൾ, ഇത്രയധികം സത്യങ്ങൾ കേട്ട സമയത്ത് അവളാണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് തളർന്ന് വീഴുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയും വന്നിട്ട് അവൾക്ക് ആസ്മയുടെ മരുന്ന് അടിച്ചു കൊടുക്കുകയാണ്. അവളെ നേരെ പൊക്കിയെടുത്ത് ആ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. ഇതേ നേരം അവൾ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നൊക്കെ. അവര് ചോദിക്കുകയാണ്, ഈ നടന്ന കാര്യങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കുമോ, നീ ജയിലിൽ പോവോ? ഇത് കേട്ട ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ ജയിലിൽ പൊക്കോളാം, എല്ലായിടത്തും പറഞ്ഞോളാം ഞാൻ ആ കുറ്റം ചെയ്തേന്ന്. ഇത് കേട്ട സമയത്ത് അച്ഛന് കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ അവളുടെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു. അവൾ അറിഞ്ഞിട്ടില്ല അവൾ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അച്ഛന് വിഷമം തോന്നുകയാണ് ആ പെൺകുട്ടി അത് ഏറ്റെടുക്കാന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഹീറോയിനെ വയറൊക്കെ കണക്ട് ചെയ്തിട്ട് ആ സീറ്റിൽ കിടത്തുകയാണ്. അമ്മയെ വിളിച്ചോണ്ട് അച്ഛൻ ആ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വരികയാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത്രയും നാള് ഇവരെ നമ്മൾ ബ്രൂട്ടലായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചില്ലേ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഗൈസ്, ഇത് ഒറ്റ തവണയെന്നല്ല ഈ ഗെയിം നടക്കുന്നത്, പല തവണയായിട്ട് ഇവരിത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പല തവണ, കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എണ്ണമൊന്നുമില്ല കേട്ടോ അതിന്. ഇത്രയും നാള് റിപ്പീറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഹീറോയിൻ പുറത്തു വരുന്നത്. അതും എല്ലാ ഓർമ്മകളും കൂടെ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? സാധാരണ അവള് പുറത്തു വരുന്ന സമയത്ത് അവക്കൊന്നും ഓർമ്മ കാണത്തില്ല ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും, ഗെയിമിൽ നടന്ന കാര്യങ്ങൾ. ഇപ്രാവശ്യം അങ്ങനെയല്ല, അവക്കെല്ലാം ഓർമ്മ വന്നിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കൂട്ടുകാരിയില്ലേ അതിനകത്തുള്ള ക്യാരക്ടർ, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സെയിം ക്യാരക്ടറാണ് അതിനകത്തുള്ളത്. അതിന് കുറ്റബോധം തോന്നി തുടങ്ങി. ആ ക്യാരക്ടറിന് ചെയ്യുന്നത് പാപം എന്നുള്ള ഒരു തോന്നൽ തോന്നി തുടങ്ങിയോണ്ട് തന്നെ ഇപ്രാവശ്യം ഹീറോയിന് ആ ക്യാരക്ടറാണ് സഹായിച്ച് പുറത്തു വന്നേക്കുന്നത്, കൂട്ടുകാരിയാണ് സഹായിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം എല്ലാ ഓർമ്മകളും ഉള്ളത്. സാധാരണ ആ ഗിഫ്റ്റ് ബോക്സിൽ പെൻഡ്രൈവ് വരത്തില്ല. ഇപ്രാവശ്യം ആ പെൻഡ്രൈവ് വന്നുകൊണ്ടാണ് ഹീറോയിന് എല്ലാ ഓർമ്മകളും ഉള്ളത്. ഇത് മനസ്സിലാക്കി അച്ഛനും അമ്മയും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് സഹായിച്ചതെന്ന്. എന്തായാലും അമ്മ പറയാണ് ഇനിയും ഇവരെ ബ്രൂട്ടലായിട്ട് പീഡിപ്പിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, നമ്മുടെ മോള് തന്നെ അവരോട് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹീറോയിൻ ഇപ്പോൾ ഓർമ്മകളോടെ തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അവരെ പീഡിപ്പിക്കണ്ട, അവരെ ഇത്രയും ബ്രൂട്ടലായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയും നാള് അവരെ പീഡിപ്പിച്ചില്ലേ, നിർത്തിക്കൂടെ ഇത്? എന്നാൽ അമ്മ നല്ല ഇമോഷണൽ ആവുകയാണ്. അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, നമ്മുടെ മോളെയല്ലേ ഇവരിങ്ങനെ ചെയ്തത്, നമ്മളെ മോളെ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇവരല്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത്? ഇത് കേട്ട അച്ഛൻ പറയുകയാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഈ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവൾ ആത്മഹത്യ ചെയ്യാൻ നിന്നില്ലേ, അവൾക്ക് നമ്മളോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിനെല്ലാം നമ്മളൊരു തീരുമാനം കണ്ടെത്തത്തില്ലായിരുന്നോ? ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? ഇതെല്ലാം അവളുടെ തെറ്റാണ്, നമുക്ക് ഇവരെ ഇനി വെറുതെ വിട്ടേക്കാം. ഇതും പറഞ്ഞിട്ട് അവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ ഒരു ബസ്സിൽ കണ്ണ് തുറക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് നോക്കുന്ന സമയത്ത് ആരെയും കാണാനില്ല. സാധാരണ ബസ്സിൽ കണ്ണ് തുറക്കുന്ന സമയത്ത് കൂട്ടുകാരി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന് മനസ്സിലാവുകയാണ് ഇത് ഗെയിം അല്ലാന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ ഓർമ്മകളും അവൾക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവുകയാണ് ഇത് ഗെയിം അല്ലാന്ന്. പെട്ടെന്ന് തന്നെ
ഇങ്ങനെ സൈഡിൽ നോക്കുന്ന സമയത്താണ് കാറ്റാടി പാടങ്ങൾ ഇങ്ങനെ പോകുന്നത്. അവരാദ്യം പോകുന്ന സമയത്തും ഈ കാറ്റാടി പാടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബസ്സിന്റെ പിറകിലോട്ട് തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ഏറ്റവും പിറകില് കൂട്ടുകാരി ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് ഹീറോയിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. അതായത് ഹീറോയിനെ കൂട്ടുകാരി ഒന്നും ചെയ്യില്ല, എന്നാൽ ബാക്കി ഇവളെ ദ്രോഹിച്ച ആൾക്കാരെ ഇവള് കൊല്ലുമെന്നാണ് ഇതിന്റെ അർത്ഥം. അമ്മയും അച്ഛനും ഇവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, വീണ്ടും ഗെയിമിലോട്ട് കൊണ്ടുവന്നേക്കാണ്. എന്നാൽ ഹീറോയിന് ഇപ്രാവശ്യം വന്ന സമയത്ത് എല്ലാ ഓർമ്മകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം ഇച്ചിരി കൂടെ എളുപ്പമാവുമായിരിക്കാം. ഇതിന് സെക്കൻഡ് പാർട്ടൊന്നും ഇല്ല, ഇനി വരുമായിരിക്കാം. എന്തായാലും ആ ബസ് ദൂരോട്ട് പോവുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഈ സീരീസ്? അടിപൊളിയായിരുന്നു. അടുത്തത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കണം. ഞാൻ തീരുമാനിക്കുന്നുണ്ട് പതിയെ. ഇപ്പൊ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ചിലപ്പം 1-2 ദിവസത്തേക്ക് വീഡിയോ കാണത്തില്ല. നിങ്ങൾ കേട്ടതെല്ലാം ഞാൻ പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോകളായിരുന്നു. അതായത് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെ 2-3 ദിവസം തിരക്ക് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിരുന്നത്. ഇനി ചിലപ്പം 1-2 ദിവസം വൈകുമായിരിക്കാം, അറിയില്ല. എന്തായാലും എങ്ങനെയൊക്കെ പോയാലും വൈകുന്നേരം 5:30 വീഡിയോ കാണും. ഞാൻ ഇതേപോലെ ഒരു സീരിയൽ പോലെ ഡെയിലി 5:30 വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ എന്റെ കൂടെ കൂടിയ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഇത്ര പെട്ടെന്ന് 1K അടിക്കുന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല, എന്നാലും പെട്ടെന്നായിരുന്നു 1K അടിച്ചത്. താങ്ക് യു ഗൈസ്. എന്നാ പിന്നെ ഓക്കെ, ബൈ.